ഇന്ന് നമുക്ക് കാട്ടിലമ്പലത്തിൽ പോയാലോ? ഇപ്പം കാട്ടിലമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-12 ദിവസത്തെയാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ആ ഉത്സവത്തിന് എന്തായാലും പങ്കുചേരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ അല്ല, ഒരു 8 മണിയൊക്കെ ആയി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. നമുക്ക് ഏകദേശം 1.5 മണിക്കൂറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കാട്ടിലമ്പലത്തിൽ പോകാൻ. അപ്പം വേണ്ടി ഈ ഒരു വ്യൂ, നമ്മൾ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഈ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. കടലിനോട് ചേർന്ന് റോഡ്, നല്ല രസം കേട്ടോ ഇതേ കൂടെ പോകാൻ. ഇനി നമുക്ക് കുറച്ച് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഏകദേശം ഒരു 10:45 ഞങ്ങൾ അമ്പലത്തിൽ എത്തിയായിരുന്നു. വലിയ തിരക്കൊന്നും അന്നേരം ആയിട്ടില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ അകത്ത് നോക്കിയപ്പോൾ നല്ല തിരക്ക്. മൂക്കിനോട് ചേർന്നുള്ള ഭാഗത്ത് പോയി, പിന്നെ ഒന്ന് നമ്മളുടെ ചെവിയോട് ചേർന്നുള്ള ഈ ഭാഗത്ത്, ആ സൈഡിൽ അവിടെ. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ രസീതൊക്കെ എഴുതി വഴിപാടിന് വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് ലൈനിൽ നിൽക്കണമായിരുന്നു. ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ട് ലൈനിൽ നിൽക്കണം, അതുപോലെ തിരക്കല്ലേ. പക്ഷേ എത്ര തിരക്കാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ലൈനിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇങ്ങനെ നല്ലപോലെ ആട്ടോ മാനേജ് ചെയ്തേക്കുന്നത് അവിടുത്തെ തിരക്കൊക്കെ. അച്ഛട്ടാ അതുപോലെ അകത്ത് കയറുന്നതിനെക്കാട്ടി മുമ്പ് മുടി നല്ലപോലെ കെട്ടിയിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഗാർഡ് നമ്മളോട് മുടി കെട്ടാൻ പറയും. നമ്മൾ വഴിപാട് ചെയ്ത് പ്രസാദം കിട്ടുന്ന ഇപ്പം ഈ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പം പണ്ട് ഫ്രണ്ടിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പം അല്ല. നമ്മളുടെ ഉണ്ണിയപ്പമൊക്കെ മേടിച്ചിട്ട് അന്നദാനം കഴിക്കാൻ പോയി കേട്ടോ. അന്നദാനം 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അന്നദാനം തുടങ്ങി. നല്ല ചൂട് ചോറും സാമ്പാറും അവിയലും പിന്നെ അച്ചാറും പിന്നെ ഒരു തോരനും ഉണ്ടായിരുന്നു. അന്നദാനം കഴിക്കാനും നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പം കയറാൻ പറ്റി. അപ്പോൾ അന്നദാനം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലിൽ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ, എല്ലാം ഒന്ന് കാണാൻ. നല്ല ചൂടായതുകൊണ്ട് ഒത്തിരി നിന്നില്ല. കണ്ടോ, ഇപ്പൊ ഇടയ്ക്ക് ഇന്ന് രാവിലെ തുമ്മലൊക്കെ ഉണ്ടായിരുന്നല്ലോ.